ജെയ്സൺ ചാമളപ്പിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം നമ്മൾ നേരത്തെ കൊടുത്തതാണ് വൈകിയെത്തിയ പ്രേക്ഷകർക്കായിട്ട്. ഇടയലേഖനത്തിലും രൂക്ഷമായ പ്രതികരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീപിക എടുത്ത നിലപാട് പോലെ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെയും ഇടയലേഖനം വന്നിരിക്കുന്നത്. ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇടയലേഖനം ഒരുപക്ഷെ വായിക്കില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ വായിച്ചു അല്ലേ ജെയ്സൺ ചാമളപ്പിൽ? അരുൺകുമാർ, പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും തുടർന്നില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമെന്ന ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഇടയലേഖനം വായിക്കാൻ ഇടയായിരിക്കുന്നത്. ഇന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിലാണ് ഇടയലേഖനം വായിച്ചതിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ്. മറ്റ് ദീപികയിലും മറ്റു സ്ഥലങ്ങളിലും നടന്നുപോലുള്ള അതിരൂക്ഷമായ വിമർശനം തന്നെയാണ്. മാത്രമല്ല, പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന സന്ദേശം കൂടി ഇന്ന് നൽകുന്നു. ഇന്ന് വൈകിട്ട് ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ ആത്മായരെയും സന്യസ്തരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ചാലക്കുടിയിൽ നടക്കും. അതിരൂക്ഷമായ വിമർശനം എന്ന് പറയുമ്പോൾ ബജ്രംഗ് ദളിൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും പേരെടുത്തുകൊണ്ട് തന്നെയാണ് ഇടയലേഖനം വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ അടിച്ചമർത്താൻ ഇത്തരത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് തങ്ങളുടെ പരിധിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നു. ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ സംബന്ധിച്ചും ഈ ഇടയലേഖനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു സാഹചര്യത്തെ ഉയർന്നു വരേണ്ട പ്രതിരോധത്തെക്കുറിച്ചും ഈ ഇടയലേഖനം ഓർമ്മപ്പെടുത്തുന്നു. കേന്ദ്ര ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരുകൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ചെയ്തില്ല എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളും ഇടയലേഖനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധവും പ്രതിഷേധവും തുടരണമെന്ന സന്ദേശം ഈ ഇടയലേഖനം ആവർത്തിക്കുന്നു. അരുൺകുമാർ, ജെയ്സൺ ചാമവളപ്പിലും VS രഞ്ജിത്തും സജോ ദേവസിയും മുബഷിഫി അക്ബറുമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഛത്തീസ്ഗഡ് വിഷയം ഇപ്പോഴും തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ കന്യാസ്ത്രീകൾക്ക് ഏറ്റ മുറിവ്, സഭയ്ക്കേറ്റ വിശ്വാസക്കുറവ്, അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ദീപികയിലെ മുഖപ്രസംഗം തന്നെ രൂക്ഷമായ ഭാഷയിലാണ് BJP സർക്കാരിനെ വിമർശിക്കുന്നത്.